നമസ്കാരം. ഓപ്പറേഷൻ നിംകോറിന്റെ ഭാഗമായി പരിശോധന ഇടുക്കി ജില്ലയിലും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശില്പ സുരേന്ദ്രന്റെ കാർ കസ്റ്റംസ് പിടിച്ചെടുത്തു. ലാൻഡ് ക്രൂസർ കാറാണ് കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം സ്വദേശിയായ ശില്പയുടെ വാഹനം ഇടുക്കി അടിമാലിയിലെ ഗ്യാരേജിൽ നിന്നാണ് പിടികൂടിയത്. ഫെബ്രുവരിയിലാണ് രൂപമാറ്റം വരുത്തുന്നതിനായി ശില്പ ലാൻഡ് ക്രൂസർ ഗ്യാരേജിൽ എത്തിച്ചത്. 5 ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻ വാഹനത്തിൽ ചെയ്തുവെന്നാണ് വെളിപ്പെടുത്തൽ. ഭൂട്ടാൻ വാഹനമാണോ എന്നറിയില്ലെന്നും തനിക്ക് മുൻപ് ഈ വാഹനത്തിന് 5 ഉടമസ്ഥരുണ്ടായിരുന്നുവെന്നും ശില്പ കസ്റ്റംസിന് മൊഴി നൽകി. തിരൂർ സ്വദേശിയിൽ നിന്ന് 15 ലക്ഷം രൂപയ്ക്കാണ് 2023 സെപ്റ്റംബറിൽ വാഹനം വാങ്ങിയതെന്ന് ശില്പ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനു മുൻപ് കോയമ്പത്തൂർ, കർണാടക സ്വദേശികളായിരുന്ന വാഹനത്തിന്റെ ഉടമസ്ഥരെന്നുമാണ് വിശദീകരണം. ക്രമക്കേടുകളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അവർ വ്യക്തമാക്കി. വാഹനം കസ്റ്റംസ് പരിശോധിക്കുകയാണ്. ശില്പയും വിശദമായി ചോദ്യം ചെയ്യും. 10 വർഷമായി ഇന്ത്യയിലുള്ള വാഹനമാണ്. ഇതിന്റെ 3 ഉടമസ്ഥരെ തനിക്ക് പരിചയമുണ്ട്. കർണാടക സർക്കാരിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന വാഹനം കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാണ് ശില്പ പറയുന്നത്. ഭൂട്ടാൻ വാഹനമാണോ എന്നത് അറിയില്ലെന്നും ഇവർ വിശദീകരിക്കുന്നു. ഇതിനിടയിലാണ് കസ്റ്റംസ് കാർ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തത്. രാജ്യത്ത് ആകമാനം 1000-ലേറെ വാഹനങ്ങൾ കള്ളക്കടത്തിലൂടെ എത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അതിൽ 200ഓളം വാഹനങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. 36 കാറുകൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത്. ബാക്കിയുള്ളവ തേടുകയാണ് അന്വേഷണ സംഘം. അതിനിടെ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലെന്ന് സംശയിക്കുന്ന 2 ആഡംബര കാറുകൾ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിസാൻ പെട്രോൾ Y60, Y61 കാറുകളാണ് തിരയുന്നത്. രേഖകൾ പരിശോധിക്കുന്ന മുറയ്ക്ക് ദുൽഖർ അടക്കമുള്ള RC ഉടമകൾക്ക് നോട്ടീസ് നൽകും. അതിനിടെ തന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കാർ മാത്രമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തതെന്നും 8 കാറുകൾ എന്നത് തെറ്റായ വിവരമെന്നും നടൻ അമിത് ചക്കാലക്കൽ പ്രതികരിച്ചു. നിയമ നടപടികൾ പൂർത്തിയാവുന്നതുവരെ വാഹനങ്ങൾ ഉടമകളുടെ തന്നെ സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റാനാണ് കസ്റ്റംസിന്റെ നീക്കം. സുബർദാമ എന്നാണ് ഈ രീതിയുടെ പേര്. കസ്റ്റംസ് കണ്ടുകെട്ടിയ വാഹനങ്ങൾ പുറത്തെവിടെയും ഉപയോഗിക്കാതെ ഉടമകൾ വീട്ടിൽ തന്നെ സൂക്ഷിക്കണം. നിരപരാധിത്വം തെളിയിച്ചാൽ വാഹനം വിട്ടു നൽകും. ഇല്ലാത്ത പക്ഷം കസ്റ്റംസ് സ്ഥിരമായി കണ്ടുകെട്ടും. ഏറെക്കാലം നീളുന്ന നിയമ നടപടിയാണ് ഓരോ വാഹന ഉടമകളെയും കാത്തിരിക്കുന്നതെന്ന് ചുരുക്കം. അതേസമയം ഇത്തരം വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന പല വിവരങ്ങൾ കസ്റ്റംസിന് കിട്ടിയിട്ടുണ്ടെന്നും വിവരമുണ്ട്. ഈ സാഹചര്യത്തിൽ കേസ് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വന്നേക്കും. GST വകുപ്പും അന്വേഷിക്കും. കൂടുതൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് എത്തുന്നത് നടന്മാർക്കടക്കം വെല്ലുവിളിയാകും. വാഹനം എന്നർത്ഥം വരുന്ന ഭൂട്ടാനി വാക്കാണ് നൂംഖോർ. തിരുവനന്തപുരം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ഉൾപ്പെടെ 30ഓളം സ്ഥലങ്ങളിലാണ് സംസ്ഥാനത്ത് പരിശോധനകൾ നടന്നു വരുന്നത്. ഇന്ത്യൻ നിയമം അനുസരിച്ച് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. നികുതി വെട്ടിക്കുന്നതിനായി വ്യാജരേഖകൾ ഉണ്ടാക്കി പഴയ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 10 മുതൽ 15 വരെ നിയമലംഘനങ്ങൾ നടന്നിട്ടുള്ളതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. പരിശോധനയുടെ ഭാഗമായി കാണുന്ന അനധികൃത വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കും. രേഖകൾ ഹാജരാക്കാൻ കഴിയാത്ത ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് കസ്റ്റംസിന്റെ നീക്കം. ഇതിനൊപ്പമാണ് EDയും പരിശോധനയ്ക്ക് എത്തുന്നത്. രേഖകൾ ഉടൻ EDക്ക് കസ്റ്റംസ് കൈമാറും. GST തട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് GST വകുപ്പും അന്വേഷണത്തിന് എത്തുന്നത്. ഫിറ്റ്നസ്, ഇൻഷുറൻസ് എന്നിവയൊന്നുമില്ലാതെയാണ് വാഹനങ്ങൾ പലതും ഓടുന്നത്. പുറത്തുനിന്ന് വാഹനങ്ങൾ എത്തിച്ചാൽ 1 മാസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്നതാണ് നിയമം. എന്നാൽ 8 മാസമായിട്ടും വാഹനം രജിസ്റ്റർ ചെയ്യാതെ വിദേശ നമ്പറുകളിൽ കേരളത്തിൽ ഓടുന്നുണ്ട്. ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിന്റേജ് വിഭാഗത്തിൽപ്പെട്ടതുമായ വാഹനങ്ങൾ അതിർത്തി കടത്തിക്കൊണ്ടുവന്ന് വിൽക്കുന്ന കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തെക്കുറിച്ചും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് വാങ്ങി ഇന്ത്യയിൽ എത്തിക്കുന്നതാണ് ഇവരുടെ രീതി. ഭൂട്ടാനിൽ വെച്ച് വാഹനങ്ങൾ അഴിച്ച് വണ്ടികളിലാക്കി വനാതിർത്തി വഴി ഇന്ത്യയിൽ എത്തിച്ച് പിന്നീട് കൂട്ടിച്ചേർക്കുകയാണ് രീതി. അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറുകളിലാക്കി ഇന്ത്യയിലെത്തിക്കും. ഭൂട്ടാൻ സ്വദേശികൾക്ക് കാറുമായി ഇന്ത്യയിലേക്ക് വരാമെന്ന വ്യവസ്ഥ ദുരുപയോഗം ചെയ്തും വാഹനം എത്തിക്കാറുണ്ട്. ഭൂട്ടാനിൽ നിന്ന് വാഹനം കൊണ്ടുവന്ന ശേഷം കൃത്രിമ രേഖകൾ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തും.